ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ മാതാവിന് ഇഷ്ടമായോ? നമ്മുടെ സിഹിയോനിൽ ഉള്ള നമ്മുടെ അൽത്താരയോട് ചേർന്നുള്ള മാതാവാണ് കേട്ടോ. അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം കൃപയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പല വിധത്തിൽ സഹായം ചോദിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, സാമ്പത്തിക സഹായം ചോദിക്കും. ചിലപ്പോൾ ജോലിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് നമ്മൾ ചോദിക്കും. മാതാക്കന്മാരാണെങ്കിൽ പ്രായമൊക്കെ ആയിട്ട് മക്കളെ കൊച്ചെ അതൊന്ന് എടുത്തു തരാമോ, അങ്ങനെ പലതരത്തിൽ സഹായം ചോദിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മൾ ചോദിക്കേണ്ട ഒരു സഹായമാണ് പ്രാർത്ഥനാ സഹായം. നമ്മൾ പ്രാർത്ഥിക്കുന്നവർ, പക്ഷെ മറ്റുള്ളവരുടെ പ്രാർത്ഥന ചോദിക്കുന്നതിനകത്ത് കാര്യമുണ്ട്. അത് വളരെ ബിബ്ലിക്കലാണ്. 2 കൊറിന്തോസ് 1:11 വചനം പഠിപ്പിക്കുന്നത്. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പ്രാർത്ഥനകൾ വഴി ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾ സഹായം എത്തിച്ചു തരണം, ഞങ്ങളുടെ പ്രാർത്ഥനകൾ വഴി ഞങ്ങളെ സഹായിക്കണം എന്ന് പറയും. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ അനേകരുടെ പ്രാർത്ഥന വഴി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ അതിനെ പ്രതി അനേകർ സന്തോഷിക്കാൻ ഇടവരട്ടെ. അത് ശരിയാ. ഇപ്പൊ ഒരു കുടുംബത്തിൽ ഒരു അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സന്തോഷം. പ്രധാനം പറഞ്ഞാല് ഏലിശായ്ക്ക് അല്ലെ കൊച്ചു ജനിക്കുമെന്നാണ് സ്നാപയോന്റെ വാർത്ത അറിഞ്ഞു. സ്നാപയോനെ ജനിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. ഇപ്പൊ എന്താ പറയുന്നത് പോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾ വഴി ഞങ്ങൾക്ക് സഹായം എത്തിച്ചു തരണം. അതാണ് പ്രാർത്ഥനാ സഹായം. എന്നിട്ട് അതുവഴി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു അനുഗ്രഹം അനേകം പ്രാർത്ഥനകൾ ലഭിച്ചു കഴിയുമ്പോൾ എത്ര പേരാണ് സന്തോഷിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അപ്പൊ ഇനിയിപ്പോ ആരും പ്രാർത്ഥന സഹായം ചോദിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമ്മൾ ചോദിക്കാതെ സഹായം ചെയ്യണം, അല്ലേ? അപ്പൊ നമുക്കൊരു ഉദാഹരണം പറഞ്ഞ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പേപ്പറിൽ ഒരു വാർത്ത വായിക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ തന്നെ ചിലരുടെ ദുഃഖവും വിഷമവും കാണുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന സഹായം എത്തിച്ചു കൊടുക്കും. ചോദിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒരു സഹായം എത്തിച്ചു കൊടുക്കുക. ആ പ്രാർത്ഥന വഴി ആ കുടുംബത്തിന് അനുഗ്രഹം കിട്ടിയാൽ എത്രയോ പേര് സന്തോഷിക്കാൻ, എത്രയോ പേര് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇട നൽകും. അതുകൊണ്ട് ഈ സഹായവും നമുക്ക് എത്തിച്ചു കൊടുക്കണം. അത് പ്രൈസ് ദി ലോർഡ്. ഈശോ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.